അവരും കൂടി സംസാരിക്കുമ്പോഴാണ് ഈ സെമിനാർ പൂർത്തിയാവുന്നത്. ലിംഗനീതി എന്ന ഒരു പ്രയോഗം തന്നെ, അതിൻ്റെ ആ ഒരു വിഷയം അല്ലെങ്കിൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ ലിംഗവിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. ലിംഗനീതിയെക്കുറിച്ചിട്ടുള്ള ചർച്ചയിൽ വരാറുള്ള മറ്റൊരു പദപ്രയോഗമാണ് ലിംഗതുല്യത. അപ്പം ലിംഗതുല്യതയാണോ വേണ്ടത്, ലിംഗനീതിയാണോ വേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ ഈ സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ വരാറുണ്ട്. ലിംഗതുല്യത എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള എല്ലാ ലിംഗവിഭാഗങ്ങൾക്കും സമൂഹത്തിൽ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവസരങ്ങളും തുല്യമായി അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ തുല്യമായി എല്ലാം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ പുരുഷന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും സ്ത്രീകൾക്കും കിട്ടുമെങ്കിൽ, പുരുഷന് കിട്ടുന്ന എല്ലാ അധികാരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ഇടങ്ങളും സ്ത്രീകൾക്കും സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ, സ്ത്രീകൾക്കുള്ളത് പോലും നിഷേധിക്കപ്പെടുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് മറ്റു എല്ലാ വിഭാഗങ്ങളും അനുഭവിക്കുന്നത് പോലുള്ള അവസരങ്ങളും അധികാരവും കിട്ടുമെങ്കിൽ നമുക്ക് പറയാം അത് ലിംഗതുല്യതയാണ് എന്ന് പറയാം. ആ ലിംഗതുല്യതയിലേക്ക് പോകണമെങ്കിൽ ആദ്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് ലിംഗനീതിയാണ്. ലിംഗനീതി ചർച്ച ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് അസമത്വം നിലനിൽക്കുന്നത്, ആ അസമത്വം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ നീതി ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അധികാരത്തിലെ അസമത്വത്തെക്കുറിച്ച് നമുക്കറിയാം. 73-74 ഭരണഘടനാ ഭേദഗതി പാസ്സായപ്പോൾ, 93 പാസ്സായപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതാ പ്രാദേശിക രംഗത്തെ ഭരണമേഖലയിൽ നമ്മളൊരു വലിയ അസമത്വത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നു. ഈ രാജ്യം 1/3 സ്ത്രീകൾ അധികാരത്തിലേക്ക് വരുന്നു. അപ്പോഴും നാം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, 1/3 എന്തുകൊണ്ട്? ജനസംഖ്യയിൽ പകുതിയിൽ സ്ത്രീകളാണെങ്കിൽ പകുതി അധികാരം സ്ത്രീകൾക്ക് വേണം. 2010 കേരളം, നമ്മുടെ സംസ്ഥാനം, 50% സംവരണം സ്ത്രീകൾക്ക് പ്രാദേശിക രംഗത്ത് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അധികാരത്തിലെ ലിംഗനീതി ഉറപ്പാക്കിക്കൊണ്ട്, അധികാരം എന്ന് പറഞ്ഞാൽ മൊത്തം അധികാരമൊന്നുമല്ല, പ്രാദേശിക ഭരണമേഖലയിലെ അധികാര രംഗത്ത് നമുക്ക് ലിംഗനീതി ഉറപ്പുവരുത്താൻ കഴിയുന്നു. നമ്മുടെ കേരളത്തിൽ ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾ പരിശോധിച്ചാൽ 58% സ്ത്രീകളാണ് അധികാരത്തിലുള്ളത്. മൊത്തം പൊതുവായി പരിശോധിച്ചാൽ 53% സ്ത്രീകൾ പ്രാദേശിക രംഗത്ത് അധികാരത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം സംവരണം കിട്ടിയ സീറ്റുകളിൽ മാത്രമല്ല, അല്ലാത്ത ജനറൽ സീറ്റുകളിലും സ്ത്രീകളെ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായി. CPM-നെ സംബന്ധിച്ചോളം നമുക്കറിയാം, നമ്മൾ നിരവധി ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അവരെ പഞ്ചായത്ത് പ്രസിഡൻറ്റും നഗരസഭാ ചെയർപേഴ്സണും ഒക്കെ ആക്കിയിട്ടുള്ള പാർട്ടിയാണ്. അപ്പം ഇങ്ങനൊരു അസമത്വത്തെ പരിഹരിക്കണമെങ്കിൽ, അവിടെ നീതി ഉറപ്പാക്കിക്കൊണ്ട് അസമത്തെ പരിഹരിച്ച് നീതി ഉറപ്പാക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു നീതി ഉറപ്പാക്കുമ്പോൾ മാത്രമാണ് ലിംഗതുല്യതയ്ക്ക് പോകാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യം, അതിൻ്റെ ഭരണഘടന ഏറ്റവും സവിശേഷമായിരിക്കുന്നത് ഡോക്ടർ അംബേദ്കർ നേതൃത്വം കൊടുത്ത ഭരണഘടനാ രൂപീകരണം, അതിലേറ്റവും അടിത്തറയായിരിക്കുന്ന ഒരു കാര്യം ഈ രാജ്യത്തെ അസമത്വത്തെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് എന്നുള്ളതാണ്. ആ അസമത്വത്തിൻ്റെ എല്ലാ കയ്പും അനുഭവിച്ച ആളാണ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം ജനിച്ചു വീണ, അദ്ദേഹം ഉൾപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വിദ്യാഭ്യാസ നിഷേധവും മറ്റെല്ലാ അവസര നിഷേധവും, അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ ഡോക്ടർ അംബേദ്കറിനെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ഭരണഘടനാ രൂപീകരണത്തിൽ ഉൾപ്പെട്ടിരുന്ന നേതാക്കൾ, വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അസമത്വത്തിൻ്റെ കയ്പ് അറിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഇത്രയും വൈവിധ്യമുള്ളൊരു രാജ്യം, ഈ രാജ്യത്ത് സാമൂഹ്യ നീതി ഉറപ്പാകണമെങ്കിൽ സാമൂഹ്യ രംഗത്ത് നിലനിൽക്കുന്ന അനീതി, അസമത്വം ഇല്ലാതാകണം. ആ അസമത്വം ഇല്ലാതാകാനുള്ള ചില ഉറപ്പുകൾ, നിയമപരമായിട്ടുള്ള ചില ഉറപ്പുകൾ ഭരണഘടനയിൽ ഉൾച്ചേർക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് ഭരണഘടനയുടെ 14, 15 പോലെയുള്ള വകുപ്പുകൾ കൃത്യമായിട്ട് ആർട്ടിക്കിൾ 14 ആയാലും ആർട്ടിക്കിൾ 15 ആയാലും എല്ലാം തന്നെ ജാതി, ലിംഗ, മതവർഗ വ്യത്യാസത്തിന് അതീതമായി, പ്രാദേശിക വ്യത്യാസത്തിന് അതീതമായി തുല്യത എന്ന് പറയുന്ന വളരെ സവിശേഷമായിട്ടുള്ളൊരു കാര്യം ഭരണഘടനയിൽ കൊണ്ടുവന്നത്. ഇപ്പം നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും മഹത്തരമായ ഭരണഘടനയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നുമല്ല. ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരാനുണ്ട്.
പക്ഷെ ഇന്ത്യയെപ്പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ഉറപ്പുവരുത്തിക്കൊണ്ട്, ജനാധിപത്യ സ്വഭാവം ഉറപ്പുവരുത്തിക്കൊണ്ട്, ഈ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത അത് നേടണമെങ്കിൽ നാം ഇതിനെ ഒരു ആയുധമാക്കും. ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള നിയമങ്ങളെ നമ്മൾ ആയുധമാക്കും. അപ്പോൾ ഭരണഘടനയിൽ തുല്യത ഉറപ്പു നൽകുന്ന ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്നും ചുറ്റും നോക്കുമ്പോൾ ലിംഗ അസമത്വത്തിൻ്റെതായിട്ടുള്ള, അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്ന വിവേചനങ്ങളുടെ, മാറ്റുനിർത്തലുകളുടെ, അതിക്രമങ്ങളുടെ എല്ലാം ഒരു പരമ്പര കാണാൻ കഴിയും. ഓരോ 16 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പറയുന്നത്. ഓരോ 29 മിനിറ്റിലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുടൽ എന്ന് മാത്രം കണ്ടാൽ മതി. അതൊരു 10 മാസം പ്രായമുള്ള കുഞ്ഞാകാം, 90 വയസ്സുള്ള അമ്മയാകാം. അങ്ങനെ സ്ത്രീ മൂക്കിൽ പ്രാണി കയറിപ്പോയി. ഹരിത കേരള മിഷൻ ആയതുകൊണ്ട് ഭയങ്കര സ്നേഹ പ്രാണിക്ക്. ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാകുന്നു. വെറും ലൈംഗിക അതിക്രമം മാത്രമല്ല, ഒരു ഹറാസ്മെൻറ്റോ അല്ലെങ്കിൽ അതുമാത്രമല്ല, ശാരീരികമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയാകുന്നു. അപ്പോൾ ചോദ്യം വരും, ഇത്രയൊക്കെ നിയമങ്ങളുണ്ടായിട്ടും ഏതാണ്ട് 75ഓളം നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കി തന്നെ നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. ആ നിയമം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലേ? ഇവിടെ എന്താ കോടതിയില്ലേ? ഇവിടെ എന്താ പോലീസില്ലേ? നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ചോദ്യം നമ്മളെല്ലാം ഉയർത്തുന്നതാണ്. അങ്ങനെ ഉയർത്തിയാൽ മതിയാവും. നമുക്കൊക്കെ അമർഷം ഉണ്ടാകണം, രോഷം ഉണ്ടാകണം, ശബ്ദം ഉയർത്തണം, ചോദ്യം ചോദിക്കണം. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേവലം ഒരു നിയമമുണ്ടായി എന്നതുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് ഭരണഘടനയിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നിയമം, ഒരു പേപ്പറിൽ ഒരു നിയമമുണ്ട് എന്നതുകൊണ്ട് മാത്രം അതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. കാരണം നാം ജീവിക്കുന്നത് തന്നെ വളരെ അസമമായിട്ടുള്ളൊരു സമൂഹത്തിലാണ്, ഇന്ത്യ രാജ്യത്ത്. ആ അസമമായൊരു സമൂഹത്തിൽ നിയമത്തിന് മേൽ എല്ലാവർക്കും ഒരേപോലത്തെ സ്വാധീനമില്ല. ഭരണ സംവിധാനത്തിൽ എല്ലാവർക്കും ഒരേപോലെ സ്വാധീനമില്ല. ഒരു പോലീസ് സംവിധാനം എടുത്താൽ, നീതിന്യായ സംവിധാനം എടുത്താൽ, അല്ലെങ്കിൽ ഭരണ സംവിധാനം എടുത്താൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ, ദുർബലരായ മനുഷ്യർ, മറ്റു ദൗർബല്യമല്ല, സാമൂഹ്യമായിട്ട് തഴയപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവർക്കെല്ലാവർക്കും ഒരുപോലെ നിയമത്തിന് മേൽ സ്വാധീനമില്ല. സഹ VMS 1976 എഴുതിയ ഒരു ലേഖനമുണ്ട്. ഇന്ത്യയിലെ സ്ത്രീ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നീണ്ട ഒരു ലേഖനം. ആ ലേഖനം എഴുതുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ബീജിംഗ് സമ്മേളനം അന്താരാഷ്ട്ര വനിതാ ദിനം പോലെയുള്ള, വനിതാ വർഷം പോലെയുള്ള വലിയ പരിപാടികൾ നമ്മൾ ആചരിക്കുകയാണ്. അന്നാണ് വനിതാ ദശകം ആചരിക്കാൻ തീരുമാനിച്ചത്. 1975 മുതൽ 10 വർഷം വനിതാ ദശകം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ ആവേശത്തോടെ നമ്മൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യ രാജ്യത്താകട്ടെ ശൈശവിവാഹം ആദ്യം നിയന്ത്രിക്കുകയും പിന്നെ നിരോധിക്കുകയും ചെയ്തുകൊണ്ട് നിയമം വന്നിട്ടുണ്ട്. സതി എല്ലാവർക്കും അറിയാമല്ലോ. ഭർത്താവ് മരിച്ചാൽ എന്ത് ചെയ്യണം? ഭാര്യ എന്ത് ചെയ്യണം? ആ ചിതയിൽ ചാടി മരിക്കണം, അല്ലേ? ഭാര്യ മരിച്ചാലോ ഭർത്താവ് ചിതയിൽ ചാടണോ? വേണ്ട. ഭർത്താവ് അധികം താമസിയാതെ അടുത്ത വിവാഹം കഴിക്കണം. കാരണം എന്നിട്ട് വേണം അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പര മുന്നോട്ട് പോകാൻ. സ്ത്രീ എന്ന് പറയുന്ന ഒരു പ്രത്യുൽപാദന ഉപകരണം മാത്രമായിട്ടാണ് ഈ മനുവാദം തിരിച്ചു വരുമ്പോഴുള്ള അപകടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് സൃഷ്ടിക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ മുകളിലിരിക്കുന്ന ക്ഷത്രിയനും ബ്രാഹ്മണനും ഒന്നും അല്ലാതെ വേറെ ആർക്കും അവിടെ അധികാരത്തിൽ ആ ഒരു ഘടനയിൽ സ്ഥാനമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വെറും ഒരു പ്രത്യുൽപാദന ഉപകരണമാണ്. അപ്പോൾ വിധവയായ സ്ത്രീക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല, അവരെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പൊ സതി എന്ന് പറയുന്ന ദുരാചാരം, ആ ദുരാചാരം 19-ാം നൂറ്റാണ്ടിൽ നടന്ന വലിയ ഒരു പോരാട്ടത്തിൻ്റെ
രാജാ റാം മോഹൻ റായിയെ പോലുള്ള ആളുകളൊക്കെ നടത്തിയ വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി സതി ഒരു ദുരാചാരമാണ് എന്നൊരു തോന്നലൊക്കെ പലയിടത്തും ഉണ്ടായി. എന്നാൽ അതിനെ അങ്ങനെ തുറന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന വളരെ പിന്തിരിപ്പൻ ആശയങ്ങളുടെ, വളരെ യാഥാസ്ഥിതിക ചിന്തകളുടെയൊക്കെ ഭാഗമായിട്ട് സതിയെ ഒരു മഹത്തരമായ ആചാരമായി കൊണ്ടു നടക്കുന്ന ആളുകൾ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് സഖാവ് EMS പറയുന്നത് സതി എന്നേ നമ്മൾ അവസാനിപ്പിച്ച ഒരു ദുരാചാരമാണ്. സതിക്ക് വേണ്ടി ആ ക്ഷേത്രങ്ങൾ പണിയുന്നില്ലേ? സ്ത്രീധനം ദുരാചാരമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സ്ത്രീധനം നിരോധന നിയമം വന്നത് 1961-ലാണ്. അതിനുശേഷം അതിന് ഭേദഗതിയും വന്നു, കൂടുതൽ ശക്തമാക്കി. എന്നിട്ടും സ്ത്രീധനം വാങ്ങി കൊടുത്താലേ ആളുകൾ കല്യാണം കഴിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് കൊടുക്കാനായിട്ട് പെൺകുട്ടികളുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ നിർബന്ധിതരാവുകയും മറ്റേ പുരാണ കഥയിലെ ബഗനെ പോലെയാ, കൊണ്ടുപോവാ എന്ത് കഴിച്ചാലും മതിയാകാത്ത രാക്ഷസനാണ് ബഗൻ. അവസാനം ഭീമനാണ് ബഗനെ വകവരുത്തുന്നത്. അത്തരത്തിലുള്ള ബഗന്റെ ആളുകളായി മാറുകയാണ് നമ്മുടെ പയ്യന്മാരുടെ കുടുംബക്കാർ. എത്ര കിട്ടിയാലും മതിയാകാത്ത തരത്തിൽ. സ്ത്രീധനം എന്ന് പറയുന്നൊരു ഒറ്റത്തവണ തീർപ്പാക്കലല്ല. സ്ത്രീധനം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു കടം വീട്ടൽ പോലെയാണ്. ചോദിക്കുന്നത് കേട്ടാൽ തോന്നും അവരുടെ വീട്ടിൽ നിന്ന് എന്തോ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന്. 2 കുട്ടികളായി കുട്ടികളെ കല്യാണം കഴിപ്പിക്കാറായ ഘട്ടത്തിൽ പോലും വീട്ടിൽ നിന്ന് സ്വത്ത് കൊണ്ടുവന്നില്ല എന്നതിൻ്റെ പേരിൽ അതിഭീകരമായി മർദ്ദിച്ച ഒരു സ്ത്രീയുടെ പ്രശ്നം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുന്നിൽ വന്നു. മക്കൾ കല്യാണം കഴിക്കാറായി. അപ്പൊ സ്ത്രീധന നിരോധനത്തെക്കുറിച്ച് സഖാവ് EMS പറയുന്നു, ആ ദുരാചാരം നമ്മൾ 1961 നിയമം മൂലം നിരോധിക്കപ്പെട്ടതല്ലേ? പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ട് ശൈശവവിവാഹം, 1976-ലാണ് ചോദിക്കുന്നത്, ഇപ്പോഴും എന്തുകൊണ്ട് ശൈശവവിവാഹം നടക്കുന്നു? ഇപ്പോഴും എന്തുകൊണ്ട് സതി ആഘോഷിക്കപ്പെടുന്നു? സഖാവ് EMS ഇത് എഴുതിയതിന് ശേഷമാണ് 1983 പറ്റാണ് രൂപ് കൻവാർ എന്ന് പറയുന്ന പെൺകുട്ടി ചിതയിലേക്ക് വലിച്ചെറിഞ്ഞ് അവളെ കുത്തി ആ ചിതയിലിട്ട് ജീവനോടെ അവളെ ദഹിപ്പിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് സതി ഇപ്പോഴും നടക്കുന്നത്? സ്ത്രീധന നിരോധനം നിയമം നടപ്പാക്കിയിട്ടും എന്തുകൊണ്ടാണ് സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് സഖാവ് EMS പറയുന്നൊരു മറുപടി. അദ്ദേഹം പറയുന്നത് നിയമം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, 2 കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. ഒന്ന്, ആ നിയമം നടപ്പാക്കാനുള്ളതാണ് എന്ന ബോധത്തോടുകൂടി, ആ നിയമം എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടേണ്ടതാണ് എന്ന ബോധത്തോടുകൂടി നിയമത്തെ നടപ്പാക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തി പ്രധാനമാണ്. വളരെ ഇച്ഛാശക്തിയോടെ ഇടപെടുന്നവരായി പ്രവർത്തിക്കുന്നവരായി ഭരണകൂടം വരണം. അങ്ങനെയാണെങ്കിൽ ആ ഭരണകൂടം എല്ലാവരെയും ഒരുപോലെ കാണുന്നതായിരിക്കണം. ഭരണകൂടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഭരണം നടത്തുന്നവർ മാത്രമല്ല, പോലീസ്, നീതിന്യായ സംവിധാനം എല്ലാം കൂടി ചേരുന്നതാണ്. ആ എല്ലാ സംവിധാനങ്ങൾക്കും തോന്നണം ഈ നിയമം എല്ലാവർക്കും കൂടി വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സഖാവ് EMS പറഞ്ഞത്, ഇങ്ങനെ ഉണ്ടാക്കിയ നിയമങ്ങൾ പോരാടാനുള്ള ആയുധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രയോഗിക്കാൻ നാം തയ്യാറാകണം. എവിടെയൊക്കെ നീതി നിഷേധമുണ്ടാകുന്നോ അതിനെതിരെ ഇത്തരത്തിൽ ഈ ആയുധങ്ങൾ, നിയമത്തിൻ്റെതായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരെ പോരാടാൻ നമുക്ക് കഴിയണം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലിംഗനീതിക്ക് വേണ്ടിയുള്ള ചർച്ചയാകട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാകട്ടെ, തികച്ചും രാഷ്ട്രീയമാണ്. അത് ആർക്കു വേണ്ടിയാണ് നമ്മൾ ഈ പോരാടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആരുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനൊരു വലിയ രാഷ്ട്രീയ മാനം വരികയാണ്. എന്തുകൊണ്ടാണ് ലിംഗ അസമത്വം? അതൊരു വലിയ ചർച്ചയാണ്. ലിംഗ അസമത്വം എങ്ങനെ ഉണ്ടായി? അത് സാമൂഹ്യ അസമത്വം എന്ന നിലയിൽ സാമ്പത്തിക അസമത്വമാകട്ടെ, ലിംഗ അസമത്വമാകട്ടെ, അതൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു വലിയ ചർച്ചയാണ്. വലിയ ഒരു ചരിത്രം അതിൻ്റെ പിറകിലുണ്ട്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ, സഖാവ് എംഗൽസിൻ്റെ കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം, അവയുടെ രൂപീകരണം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്വകാര്യ സ്വത്തിൻ്റെ രൂപീകരണം കുടുംബത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. കുടുംബം ഉണ്ടായതോടുകൂടി സ്വത്തിൻ്റെ കാവൽക്കാരിയായി സ്ത്രീ മാറുന്നു.
സ്വത്തിൻ്റെ കാവൽക്കാരിയായി സ്ത്രീ മാറുമ്പോൾ ഈ സ്ത്രീ തൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകണമെന്ന നിർബന്ധത്തിൻ്റെ ഭാഗമായി ഏകദാമ്പത്യം അവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഏകദാമ്പത്യവും കുടുംബവും എല്ലാം ഉണ്ടായി വന്നപ്പോൾ സ്ത്രീയുടെ ചരിത്രപരമായ വീട്ടടിമത്തം എന്ന് പറയുന്ന അധപ്പതനം ആരംഭിക്കുന്നു. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ സഖാവ് എംഗൽസ് വളരെ വിശദമായി എഴുതിയിരിക്കുന്നതിൻ്റെ ചുരുക്കം അതാണ്. ആ വീട്ടടിമത്തമാകട്ടെ എത്രയോ കാലങ്ങൾക്ക് ശേഷവും തുടർന്നു വരുന്നു. സഖാവ് എംഗൽസിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, ആധുനിക കാലഘട്ടത്തിലും ഈ പുതിയ കാലഘട്ടത്തിലും, അതായത് എഴുതുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്, ഈ പുതിയ കാലഘട്ടത്തിലും ആധുനിക കുടുംബത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് സ്ത്രീയുടെ വീട്ടടിമത്തം തന്നെയാണ്. അപ്പം സ്ത്രീ സ്വകാര്യ സ്വത്തിൻ്റെ കാവൽക്കാരിയും പ്രത്യുൽപാദന ഉപകരണവും വീട് കൈകാര്യം ചെയ്യാനുള്ള, വീടിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരാളുമായി മാറുമ്പോൾ ആദ്യത്തെ അസമത്വം ആരംഭിക്കുകയാണ്. ആ അസമത്വം എന്ന് പറയുന്നത് പുരുഷനെ പോലെ തന്നെ മറ്റുള്ളവരെ പോലെ പുറത്തുപോയി പണിയെടുക്കുവാനും സ്വന്തം ജീവിതത്തെ നിർണയിക്കുവാനും, ജീവിതം എന്ന് പറയുന്നത് തടവറയ്ക്കുള്ളിൽ മാത്രം കഴിയാനുള്ള, വീട് തടവറയാകുന്നത് അതിന് പുറത്തേക്കുള്ള സഞ്ചാരം നിഷേധിക്കപ്പെടുമ്പോഴാണ്. അങ്ങനെ വീടിനകത്ത് കഴിയാൻ മാത്രമുള്ളതല്ല സ്ത്രീയുടെ ജീവിതം, പുറത്തേക്ക് പോകണം. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ എംഗൽസ് തന്നെ പറയുന്നുണ്ട്, അവൾ തൊഴിലാളി എന്ന നിലയിൽ പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവൾ വീടിന് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ വീടിന് പുറത്തെ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ കഴിയാതെ, കാരണം വീട്ടിലെ ഉത്തരവാദിത്തം കിടക്കുകയാണ്, വീടിന് പുറത്തെ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ കഴിയാതെ വരുന്നു. വീട്ടിലെ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുമ്പോൾ പുറത്തെ കാര്യങ്ങൾ അതുപോലെ ഏറ്റെടുക്കാൻ പറ്റാതെ വരുന്നു. നമ്മൾ ഈ ഇരട്ടഭാരം എന്നൊക്കെ പറയുന്ന 21-ാം നൂറ്റാണ്ടിലും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഏറ്റവും പ്രശ്നമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്നത്, സ്ത്രീയെ ഒരു സ്വതന്ത്ര തൊഴിലാളിയായി കാണാൻ കഴിയുന്നില്ല, സ്ത്രീയെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തകയായി കാണാൻ കഴിയുന്നില്ല. കാരണം വീടിങ്ങനെ പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് എന്ന് പറയുന്നൊരു ജനാധിപത്യ കേന്ദ്രമായി മാറണം. പാർട്ടി പറയുന്നുണ്ട്, ജനകീയ ജനാധിപത്യ വിപ്ലവം നടന്നു കഴിഞ്ഞാൽ വീടിൻ്റെ സ്വഭാവം എന്തായിരിക്കും, ജനാധിപത്യം വൽക്കരിക്കപ്പെട്ട വീട്. പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കാനല്ല പാർട്ടി പറയുന്നത്, കുടുംബം ജനാധിപത്യവൽക്കരിക്കണം. ഇപ്പം സ്ത്രീയുടെ ലിംഗസമത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പൊതുവെ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ലിംഗസമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സമത്വം അനുഭവിക്കേണ്ട ഒരിടം വീടാണ്. നമുക്കവിടെ അനുഭവിക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നത് സ്വതന്ത്രയായ ഒരു തൊഴിലാളി എന്ന നിലയിൽ, സ്വതന്ത്രയായ ഒരു രാഷ്ട്രീയ പ്രവർത്തക, സ്വതന്ത്രയായ ഒരു സംഘടനാ പ്രവർത്തക, ഏത് റോളും പുരുഷനൊപ്പം തന്നെ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിറവേറ്റാൻ സ്ത്രീകൾക്ക് കഴിയും. എന്താണ് അതിനൊരു തടസ്സം എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? വിദ്യാഭ്യാസമുണ്ട് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഇപ്പോൾ ധാരാളമുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, സ്ത്രീകൾ അങ്ങനെ തൊഴിലെടുക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ, ഇപ്പോൾ കേരളത്തിലാണ് നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, പുറത്തിറങ്ങാനായിട്ട് വേറെ വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയാൻ കഴിയുന്നത് കേരളത്തിലാണ്. മറ്റു പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ എന്താ? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ പിറകിലാണ്. വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നൊരു മുദ്രാവാക്യമാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഉയർത്തപ്പെട്ടിട്ടില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ നീതി ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ രാജസ്ഥാനിൽ ഈ അവസ്ഥ വരില്ല, ബീഹാറിൻ്റെ അവസ്ഥ ഇതായിരിക്കില്ല, മറ്റു പല സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഇതായിരിക്കില്ല. പക്ഷെ ഇപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം നമ്മളാണ് 57 മുതൽ ഭരണവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നത്, ഉയർത്തുന്നത് എന്നതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളൊരു സമൂഹമാണ്. പക്ഷെ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൗര എന്ന നിലയിൽ സ്ത്രീകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വതന്ത്രമായ ഇടത്ത് അവൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളൊരു ജനാധിപത്യ അവകാശമുണ്ട്, അത് നിഷേധിക്കപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിലേക്ക് നീളുന്ന ഓരോ ബലപ്രയോഗവും സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതാണ്. നമ്മളൊരു ബസ്സിൽ കയറി, സന്ധ്യാസമയത്ത് ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ശാരീരികമായിട്ട് നമുക്കൊരു ഉപദ്രവം ഉണ്ടാവുക, നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരിക, സ്ത്രീകൾക്ക് താല്പര്യമില്ലാത്ത നോട്ടങ്ങൾ നേരിടേണ്ടി വരിക. ഒരു നോട്ടത്തിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നോട്ടത്തിലുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത ഒരു നോട്ടവും എൻ്റെ നേരെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിഷ്ടമില്ലാത്ത ഒരു വാക്കും
എൻ്റെ ശരീരത്തിൻ്റെ പേരിലോ എൻ്റെ പേരിലോ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അനുവാദമില്ലാതെ ഒരു സ്പർശം പോലും എൻ്റെ ശരീരത്തിൽ വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പറയാൻ സ്ത്രീകൾക്ക് അവകാശമില്ലേ? പക്ഷെ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താ കാണുന്നേ? ഒരു പൗര എന്ന നിലയിൽ ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സും ഒരുപോലെ സ്വതന്ത്രമായി കഴിയുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ പൊതുവിടങ്ങൾ മാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിക്രമങ്ങൾ, ബലപ്രയോഗം എന്ന് പറയുന്നത് അധികാര സ്ഥാപനത്തിൻ്റെ കൂടി ഭാഗമാണ്. വളരെ അസമമായിട്ടുള്ളൊരു അധികാര ഘടന നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് വീടിനകത്തായാലും പുറത്തായാലും അസമമായൊരു അധികാര ഘടനയാണ്. സാമൂഹ്യ രംഗത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ജാതി ശ്രേണിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സമൂഹം തന്നെയാണ് ഇന്നും രാജ്യത്ത്. നമ്മുടെ കേരളത്തിൽ അതിന് വലിയ ഇടർച്ചയുണ്ടായിട്ടുണ്ട്, തകർച്ചയുണ്ടായിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്, സമരങ്ങളുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ കർഷക സമരങ്ങൾ, ഇപ്പോൾ കാസർഗോഡും ഒന്നും കണ്ണൂരൊന്നും വന്ന് കർഷക സമരങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ചാൽ ഓരോ കർഷക സമരം കൊണ്ടും ഇനിയും ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ഒരുപാട് ആളുകളുടെ ജീവത്യാഗം കൊണ്ടും രക്തസാക്ഷിത്വം കൊണ്ടും അവരുടെ ത്യാഗോജ്വലമായ ജീവിതം കൊണ്ടും അടയാളപ്പെടുത്തിയിട്ടുള്ള കർഷക സമരങ്ങളുടെ ജന്മിത്വത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളുടെ ആകത്തുകയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ എന്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. സമരങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് നാം പറയുന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ജാതി മേധാവിത്വത്തിൻ്റെതായിട്ടുള്ളൊരു ശ്രേണി നിലനിൽക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരികയും ജന്മിയുടെ ഭൂമിയിന്മേലുള്ള കേന്ദ്രീകരണത്തെ നമ്മൾ ഇല്ലാതാക്കുകയും തകർക്കുകയും ചെയ്തതോടുകൂടിയാണ് ജാതി മേധാവിത്വം തകർന്നത്. ജാതിയും ഭൂമിയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഭൂമിയിന്മേലുള്ള അധികാരവും. ആ ജാതി മേധാവിത്വത്തെ തകർക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും എന്താ? ഞാൻ രാജ്യസഭ MP ആയിരിക്കുന്ന സമയത്ത് മഹിളാ അസോസിയേഷൻ്റെ കൂടി ഭാഗമായി ബീഹാറിൽ ഒരു കൂട്ടബലാത്സംഗം നടന്ന സ്ഥലത്ത് ചെന്നപ്പോൾ, അത് പാട്നയിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലുള്ള മുസഫർപൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ കൊല ചെയ്യപ്പെട്ടത്, കൂട്ടബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത് മഹാദളിത് എന്ന് പറയുന്നൊരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുമല്ല. ഈ പ്രശ്നം ഉന്നയിച്ച് അവിടുത്തെ പോലീസിൻ്റെ SP-യുടെ ജില്ലയിലെ മേധാവിയുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞത്, ഇതുങ്ങൾക്കിടയിൽ ഇത് സാധാരണമാണ്. നിങ്ങൾ എവിടുന്ന്, എന്നോട് ചോദിച്ചു എവിടുന്നാ വരണേ? ഞാൻ പറഞ്ഞു കേരളത്തിലാണ്. അപ്പം അദ്ദേഹത്തിന് എന്തൊരു പിടിവള്ളി കിട്ടിയ, അതാണ് MP-ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, ഇത് വലിയ കാര്യമായിട്ട് തോന്നുന്നത്. ഇവിടെ ഇതൊക്കെ സാധാരണമാണ്, ഇവർക്കിടയിൽ ഇത് വളരെ സാധാരണമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര ജന്മിമാരുടെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്? ഇവരിങ്ങനെ എപ്പോഴും ഏറ്റുമുട്ടി ഇങ്ങനെ എന്താണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൽ വലിയ പുതുമയൊന്നുമില്ല എന്നാണ് അയാൾ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, ജന്മിമാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് സംഭവിക്കുന്നുണ്ടോ? അതില്ല. ഇപ്പം ദളിതുമല്ല, മഹാദളിത് അടക്കമുള്ള, നമുക്കറിയാം ഇന്ത്യയിൽ ഉപജാതികൾ എന്ന് പറയുന്ന 3000 ജാതികളും 25,000-ലധികം ഉപജാതികളുമുള്ള ഈ രാജ്യത്ത് എത്രയോ ഉപജാതികളിൽപ്പെട്ട ആളുകൾ ഈ ജാതി ശ്രേണിയുടെ ഏറ്റവും താഴെത്തട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട് എന്ന് പോലും അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പം അവിടെയെല്ലാം ഈ ജാതി നിലനിൽക്കുകയാണ്. ജാതിയും ജന്മിത്വവും ഇതിൻ്റെ കേന്ദ്രീകരണവും അതിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിക്കപ്പെട്ടു വന്നിട്ടുള്ള പുരുഷാധിപത്യ മൂല്യങ്ങളും അത് കുടുംബത്തെ നിയന്ത്രിക്കും. അത് നമ്മുടെ ചടങ്ങുകളെ, കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകൾ അനുഷ്ഠാനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിക്കും. പിന്നെ നമ്മുടെ മനസ്സിനെ എല്ലാം തന്നെ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള മൂല്യബോധമാണ്. ഇതിനെതിരെ പോരാടാതെ എത്ര നിയമമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പലപ്പോഴും നിയമമുണ്ടെങ്കിൽ പോലും അതിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇതൊക്കെയാണ് നാട്ടു നടപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത്. നമ്മുടെ വിവാഹങ്ങൾ എടുത്തു നോക്കുക, നമ്മുടെ ചടങ്ങുകൾ, പ്രത്യേകിച്ച് വീടിനകത്തേക്ക് വീടിനോട് ചേരുന്തോറും അടുക്കും തോറുമാണ് ഇത്തരത്തിലുള്ള
അനാചാരങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നത്, അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ആചാരങ്ങൾ അനാചാരങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ഇത് പെട്ടെന്നൊരു ദിവസം വരുന്നതല്ല. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സമൂഹത്തിൽ കേരളമടക്കം വലതുപക്ഷവൽക്കരണത്തിൻ്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് കിടക്കുന്നത്. മനുവാദത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, 2000 മുമ്പ് എഴുതപ്പെട്ടു എന്ന് കരുതുന്ന സ്മൃതി എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. പഞ്ചായത്ത് രാജ്, മുനിസിപ്പൽ രാജ് എന്നൊക്കെ പറയുന്നത് പോലെ, മുനിസിപ്പൽ ആക്ട് എന്നൊക്കെ പറയുന്നത് പോലെ ആ കാലഘട്ടത്തിൽ സമൂഹത്തെ നിയന്ത്രിക്കാനെങ്കിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങളാണ് രചിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് മനുസ്മൃതി. പക്ഷെ ആ മനുസ്മൃതി എന്ന് പറയുന്നത് ബ്രാഹ്മണാധിപത്യത്തെ കെട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള, അത് അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പുതിയൊരു കാലഘട്ടത്തിലും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും ഈ ഭരണഘടനയോ പുതിയ കാലമോ സംഭാവന ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ പറ്റാത്തവരായി സ്ത്രീകൾ മാറുന്നു. മതമേധാവിത്വത്തിൻ്റെയും ജാതി മേധാവിത്വത്തിൻ്റെയും പുരുഷാധിപത്യ മൂല്യങ്ങളുടെയും വളരെ സങ്കീർണമായ ഒരു പിടിയിൽ തന്നെയാണ് സ്ത്രീകൾ അകപ്പെട്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് നമ്മൾ എന്തുകൊണ്ട് ജാതി മേധാവിത്വത്തിനെതിരായി പറയുന്നു, എന്തുകൊണ്ട് മതമൗലികവാദത്തിനെതിരായി പറയുന്നു? സ്ത്രീകളെ വിളിച്ചിരുത്തുന്ന സമയത്ത് നമ്മൾ അവരുടെ ദൈനംദിന പ്രശ്നം മാത്രമല്ല പറയുന്നത്, അവരോട് പറയുന്നത് നമുക്ക് പോരാടണം. അത് പോരാടുമ്പോൾ നമ്മൾ ആർക്കെതിരെ പോരാടുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളെ ആരാണ് ഇനിയും നമ്മുടെ കാലുകളിൽ കൂടുതൽ കൂടുതൽ ചങ്ങല കൊരുത്തിടുന്നത്, അവർക്കെതിരെയാണ് നാം പോരാടുന്നത്. നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുന്ന ആളുകൾക്കെതിരെ പോരാടുകയാണ്. എല്ലാ യാഥാസ്ഥിതിക്കെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ് ലിംഗാസമത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം. കാരണം അത് കൂടുതൽ പ്രച്ഛന്ന വേഷത്തിൽ, കൂടുതൽ അദൃശ്യമായിട്ടുള്ള കെണികളിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം ഒരു സമൂഹത്തിൽ പിറന്നു വീഴുമ്പോൾ ചില വാർപ്പ് മാതൃകകളിലേക്കാണ് പിറന്നു വീഴുന്നത്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയും. ഇപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ സീരിയലുകൾ കണ്ടാൽ, എനിക്ക് പല സീരിയലിൻ്റെ പേര് അറിഞ്ഞുകൂടാ, കാരണം നമ്മളെത്തുമ്പോഴേക്കും സീരിയലിൻ്റെ സമയമൊക്കെ കഴിയുമല്ലോ, ന്യൂസൊക്കെ ആയോ അപ്പോൾ സമയമാകുമ്പോഴേക്കും. പക്ഷേ ഇടയ്ക്കൊക്കെ കാണുന്നത് കണ്ടാൽ തന്നെ തോന്നും, ഞാൻ വിചാരിക്കും ഒരു മാറ്റവും വരുന്നില്ലല്ലോ. ഇപ്പോഴും അതേ വില്ലത്തി അമ്മായി അമ്മ, ഇപ്പോഴും അതേ ഒരു വില്ലത്തി ഒരു സൈഡിൽ, മറ്റേ നമ്മൾ ഈ ചവിട്ടി മെത്താന്നൊക്കെ വിളിക്കാം, നമ്മളെന്തായാലും പറയാം ചവിട്ടി, ആർക്ക് വേണമെങ്കിലും കാല് തൂത്ത് തുടയ്ക്കാവുന്ന തരത്തിലുള്ള, ചവിട്ടി തേക്കാവുന്ന തരത്തിലുള്ള, അയ്യോ ഞാനിങ്ങനൊരു പാവമാണ് എന്ന് വിളിച്ചു പറയുന്ന നന്മയുടെ പ്രതീകമായ നായിക ഒരു ഭാഗത്ത്, വില്ലത്തി ഒരു ഭാഗത്ത്, വില്ലൻ ഒരു ഭാഗത്ത്, നായകൻ ഒരു തരത്തിലൊരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത, ഒരു വക മനസ്സിലാകാത്തൊരു നായകനായിരിക്കും. കുറച്ചിങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടിങ്ങനെ ഒരു ആട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു നായകൻ. അടുക്കള, ബെഡ്റൂം, ഡ്രോയിങ് റൂം, വീട്ടുമുറ്റം, ഒരു കാറ്, ഈ ഉള്ളടങ്ങളിൽ നിന്നല്ലാതെ പുറത്തേക്ക് ഒരു കാറ്റ് കയറുന്ന ഒരു സ്ഥലത്തേക്കും നമ്മുടെ സീരിയലുകൾ നമ്മളെ കൊണ്ടുപോകുന്നില്ല. അവരൊക്കെ അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ കല്യാണത്തിന് പോലും ഇങ്ങനെ ഒരുങ്ങാറില്ല. മാച്ച് സാധനങ്ങളൊക്കെ ഇട്ട്, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും. ഇത്തരത്തിലുള്ളൊരു ലോകത്തെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ ഇതാണ് പ്രശ്നങ്ങൾ, ഇതാണ് കുടുംബം. അറിയാതെ തന്നെ ഇതിൻ്റെ മുന്നിൽ എത്രയോ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആണിങ്ങനെയായിരിക്കണം, പെണ്ണിനെയായിരിക്കും. ട്രാൻസ്ജെൻഡറിനെ കുറിച്ചൊന്നും ഒരു പരാമർശവും നമുക്കിങ്ങനെയുള്ള ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല. കാരണം അതൊരു അപഭ്രംശമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ഇത്തരത്തിലുള്ള മെയിൻ സ്ട്രീം ആളുകളെല്ലാം. ആണിങ്ങനെയായിരിക്കണം, പെണ്ണിങ്ങനെയായിരിക്കണം എന്തെത്രയോ കാലങ്ങളായി പറഞ്ഞു വരുന്ന ആ വാർപ്പ് മാതൃകകളിലേക്ക് നമ്മൾ ജനിച്ചു വീഴുകയാണ്. പിന്നെ സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ അങ്ങനെ ആയി മാറാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ലിംഗനീതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു, ലിംഗനീതി എന്ന് പറയുന്നത് ആണിനെയും പെണ്ണിനെയും ട്രാൻസ്ജെൻഡറിനെയും കുറിച്ചിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക് ലിംഗനീതി വേണ്ടത് പുരുഷന്മാരിൽ നിന്നല്ല, പുരുഷന് ലിംഗനീതി വേണ്ടത് സ്ത്രീകളിൽ നിന്നല്ല. ട്രാൻസ്ജെൻഡേഴ്സിന് നിലവിൽ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല, സമൂഹമാണ് നീതി നൽകേണ്ടത്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ആണത്തം. ആണത്തം ഭയങ്കര ഒരു കെണിയാണ്, വലിയൊരു കെണിയാണ്. ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പുരുഷന്മാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂല. എന്താ കാര്യം? ഒരു പാപിനെ തല്ലിക്കൊല്ലാൻ നിനക്ക് പറ്റൂല, പിന്നെ നീ എന്താണാണ്?
നമുക്ക് ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ മരിച്ചപ്പോൾ നമ്മൾ കരഞ്ഞു, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടപ്പോൾ നമ്മൾ കരഞ്ഞു, അല്ലെങ്കിൽ ഒരു മനസ്സിനെ നോവിക്കുന്നൊരു കാര്യം കണ്ടപ്പോൾ കരഞ്ഞു. അയ്യേ, നീ പെണ്ണിനെ പോലെ കരയുന്നോ? നീ ആണല്ലേ? എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ, ഞങ്ങൾ 3 മലയാളംകാരാ. എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. നാട്ടിലുള്ള ചെന്താമര കണ്ണന്മാർക്ക് ഒന്നും കരയാൻ പറ്റൂല, കാരണം കരഞ്ഞാൽ അവനാണല്ല. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു കണ്ണുനീർ ഗ്രന്ഥിയും ഉണ്ട് എന്ന് ഒരു ശാസ്ത്രജ്ഞൻ ഇതുവരെ പറഞ്ഞു, ഒരു ഡോക്ടർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ കാര്യങ്ങളെ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ സ്വീകരിക്കുന്നത്, കാര്യങ്ങളെ കാണാൻ പഠിപ്പിച്ചിട്ടുള്ളത്, പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഈ സിമോൺ ഡെ ബോവെ എന്ന് പറയുന്ന വനിതാ ചിന്തക പറയുന്ന ആയിത്തീരലാണ്, ഒരു പ്രക്രിയ. നമ്മൾ ഇങ്ങനെ ആയിത്തീരുന്ന ഒരു പ്രക്രിയയിലൂടെയാണ്. ഇപ്പൊ ചെറുപ്പം മുതൽ നമ്മളെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന റോളുകൾ സ്വീകരിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. ആ റോളുകളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. ഈ തിരുവനന്തപുരത്ത് മഹിളാ സമ്മേളനമൊക്കെ ജാഥയൊക്കെ നടക്കുമ്പോഴേ ഞങ്ങൾ പലപ്പോഴും പറയണം, മുന്നിൽ നിൽക്കുന്ന സഹാക്കളൊക്കെ മുഷ്ടി ഉയർത്തി സംസാരിക്കും. പലപ്പോഴും വരുന്ന സ്ത്രീകൾക്ക് നാണമാണ് മുഷ്ടി ഉയർത്താൻ. അപ്പം ഞങ്ങളൊരു മുദ്രാവാക്യം വിളിക്കും, അപ്പം ഇങ്ങനെയൊക്കെ വിളിക്കും, ഇങ്ങനെയൊക്കെ ഞങ്ങൾ വിളിച്ചോളാം, കൈ ഉയർത്താൻ. നമ്മുടെ ശരീരം ഈ സമൂഹം ഉണ്ടാക്കിയ ചില റോളുകളുടെ ഉള്ളിൽ തടവിൽ കിടക്കുകയാണ്. നമ്മളൊരു തടവുകാരിയാണ്. നമ്മുടെ മനസ്സ്, ശരീരം, അതാണും പെണ്ണും അങ്ങനെ തന്നെയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം പറയാനില്ല, കാരണം അവരെ എന്നേ നമ്മൾ അദൃശ്യരാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ നമ്മൾ സാധാരണ ജെൻഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു കൺസ്ട്രക്ഷൻ ആണെന്ന് പറയാറുണ്ട്, സാമൂഹ്യ നിർമ്മിതിയാണ്. ആണായിരിക്കുകയും പെണ്ണ് പെണ്ണായിരിക്കുകയും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്നതൊക്കെയാണ് റോളുകൾ, അല്ലെങ്കിൽ ഇതാണ് അവരെക്കുറിച്ചിട്ടുള്ള സങ്കല്പം എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തകർത്തെറിയാതെ നമുക്ക് ലിംഗനീതി സാധ്യമല്ല. എല്ലാവർക്കും എല്ലാ അവകാശങ്ങളുമുണ്ട്. നമ്മളെടുക്കുന്ന ജീവശാസ്ത്ര റോളുകൾ വ്യത്യസ്തമായിരിക്കാം. പുരുഷന്മാർ പ്രസവിക്കില്ല, സ്ത്രീകൾ പ്രസവിക്കും. സ്വാഭാവികമായിട്ടും ജീവശാസ്ത്ര ധർമ്മങ്ങൾ, ബയോളജിക്കൽ റോളുകൾ എന്ന് പറയുന്ന ജീവശാസ്ത്ര ധർമ്മങ്ങളുണ്ട്, വ്യത്യസ്തമാണ്. അതിൻ്റെ അർത്ഥം 2 തരത്തിലുള്ള ജീവിതമാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതല്ല, 2 തരത്തിലുള്ള അനുഭവങ്ങളാണ് വേണ്ടത് എന്നുള്ളതല്ല, 2 തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതല്ല. ഈ സമൂഹം ഇങ്ങനെ നിലനിൽക്കുന്നത്, ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത് പരസ്പരാശ്രിതങ്ങളായിട്ടുള്ള, എല്ലാവർക്കും തുല്യ അവകാശങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ജീവി സമൂഹം ഉള്ളത് കൊണ്ടാണ്. അതിൽ മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങളെല്ലാം ഉണ്ട്. പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള ഈ തുല്യമായ ഒരു ലോകത്ത്, ഒരു ജീവലോകത്ത് അസമത്വം കൊണ്ടുവന്നത് മനുഷ്യരാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ത്രീ പ്രശ്നം ഒരു പ്രകൃതിയായുള്ള പ്രശ്നമല്ല. ഗോൾവാക്കറുടെ വിചാരധാര പറയുന്നുണ്ട്, ദളിതരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ദളിതരും സ്ത്രീകളും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് പ്രകൃതിയുള്ളതാണെന്നും ദൈവസൃഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ അത് മാറ്റാൻ കഴിയില്ല, പിന്നെ ഒരു അല്പം ആശ്വാസത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ മതിയാകും എന്നാണ് ഗോൾവാക്കർ പറയുന്നത്. ഇതുതന്നെയാണ് സംഘപരിവാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, വർഗീയത നമുക്കറിയാം, മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ അധികാരം കൊയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുള്ളൊരു ഉപകരണം മാത്രമാണ് വർഗീയത. അവിടെ മതമൗലികവാദവുമായിട്ട് ചേരുമ്പോൾ, എല്ലാ മതങ്ങളും കർക്കശമാകാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ചങ്ങല വീഴുന്നത് സ്ത്രീയുടെ ജീവിതത്തിലാണ്. സ്ത്രീകൾക്ക് മേലാണ് ഒരുപാട് നിയന്ത്രണങ്ങൾ വരുന്നത്. ആ നിയന്ത്രണങ്ങൾ ഏതാണ്ട് നാട്ടുനടപ്പായി മാറിക്കഴിയുമ്പോൾ ആരും അതിനെ എതിർക്കില്ല. ഏറ്റവും ആധുനിക സമൂഹത്തിൽ പോലും എത്ര പിന്തിരിപ്പനായിട്ടുള്ള ചിന്തകളുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന ആ സമരങ്ങളുടെ സമയത്താണ്. സ്ത്രീയുടെ ഏറ്റവും ജീവശാസ്ത്രപരമായ ധർമ്മത്തെ പോലും എത്ര അപഹാസ്യമായിട്ടാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഈ നിലയിൽ ഒരു വലിയ വിഭാഗം സ്ത്രീകളെ തങ്ങളുടെ സ്വാധീനത്തിൽ, നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ മറ്റൊരു ബലപ്രയോഗവും വേണ്ട. ഇതാണ് ആചാരം, ഇതാണ് അനുഷ്ഠാനം,
ഇതാണ് വിശ്വാസം, ഇത് ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗത്തെ തങ്ങളുടെ സ്വാധീനത്തിൽ കൊണ്ടുവരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ചർച്ചകളെല്ലാം, ലിംഗനീതിയെക്കുറിച്ച്, ലിംഗാസമത്വത്തെക്കുറിച്ച് ഉള്ള ചർച്ചകളെല്ലാം നമ്മൾ കുടുംബത്തിനകത്തും ചെയ്യണം. ഇല്ലെങ്കിൽ സഖാവ് ലെനിൻ പറഞ്ഞതുപോലെ വീടിനകത്തിരിക്കുന്ന ആളുകൾ പ്രതിവിപ്ലവകാരികളുടെ കയ്യിലെ ആയുധമായി മാറും. നമുക്കെതിരായിട്ടുള്ള ഒരുപാട് തന്ത്രങ്ങൾ മെനയപ്പെടുന്നത് വീടിനകത്ത് മാധ്യമങ്ങളിൽ കൂടി, ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയുമെല്ലാം നടത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കാം. ഇന്ന് ലോകമെമ്പാടും കാണുന്ന കൂടുതൽ അസമമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് പറയാറുണ്ട്. 2022 ഓക്സ്ഫാമിൻ്റെ റിപ്പോർട്ടിൻ്റെ പേര് തന്നെ അസമത്വം കൊല്ലുന്നു എന്നുള്ളതാണ്. ഇനിക്വാലിറ്റി കിൽസ്. അസമത്വത്തിൻ്റെ ഭാഗമായി പട്ടിണി കൊണ്ട് ഓരോ ദിവസവും 21,600 പേർ മരിക്കുന്നു. അപ്പോൾ ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി, ഒരു വർഷം എത്ര ലക്ഷം മനുഷ്യരാണ് പട്ടിണി കൊണ്ട് മരിക്കുന്നത്. ഗാസയിലെ യുദ്ധത്തിൻ്റെ കണക്ക് പറയുന്നത് പോലെ തന്നെയാണ് പട്ടിണിയായാലും വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും മഹാരോഗമായാലും കൊല്ലപ്പെടുന്നവരിൽ, മരണമടയുന്നവരിൽ ഭൂരിപക്ഷം സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിരിക്കും. കാരണം സർവൈവ് ചെയ്യാനുള്ള ശേഷിയുടെ കുറവുണ്ടാകും, പലായനം ചെയ്യാനുള്ള ശേഷിയുടെ കുറവുണ്ടാകും. ഏറ്റവും പെട്ടെന്ന് ഇരകളാക്കപ്പെടാൻ സാധ്യതയുള്ളത് അവരാണ്. ലോകമെമ്പാടും ഈ ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇതിനെ രൂക്ഷമാക്കുന്നത് തീവ്രമായിക്കൊണ്ടിരിക്കുന്ന മുതലാളിത്ത ചൂഷണം തന്നെയാണ്. ഈ മുതലാളിത്ത ചൂഷണത്തിൻ്റെ ആദ്യ ഇരകളായി സ്ത്രീകൾ മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പം ചൂഷണം ചെയ്യാവുന്ന ഒരു അധ്വാന ശേഷിയാണ് എന്നതുകൊണ്ട് തന്നെയാണ്. CPM-ൻ്റെ പാർട്ടി പരിപാടി പറയുന്നുണ്ട്, ആദ്യം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നവരും അവസാനം മാത്രം ജോലി കിട്ടുന്നവരും ആദ്യം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ. പുരുഷന്മാരെല്ലാം 2ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധത്തിലേക്ക് പോയപ്പോൾ സ്ത്രീകളെ പെട്ടെന്ന് ജോലിക്ക് വെച്ചു. 1ാം ലോക മഹായുദ്ധകാലത്തും അതുതന്നെ നടന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് നോക്കുമ്പോൾ സാമ്പത്തിക വ്യവസ്ഥ തകരുന്നു. വലിയ ഫാക്ടറികൾ, 10,000-കണക്കിന് സ്ത്രീകൾ പണിയെടുത്തിരുന്ന ഫാക്ടറികളുണ്ട്. തൊഴിലാളികളെ പിരിച്ചുവിടുകയാണ്. കാരണം നമുക്ക് തൊഴിലാളികളുടെ എണ്ണം കുറച്ച് വെക്കണം. ആദ്യം പിരിച്ചുവിടുന്നത് സ്ത്രീകളെയാണ്. ഏറ്റവും കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. പഴയ കാലത്തുണ്ടായിരുന്ന കോളനിവൽക്കരണം പോലെ തന്നെ കയ്യേറ്റങ്ങൾ ആഗോളവൽക്കരണ കാലത്തുണ്ടാകുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ, കേരളത്തിലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കൂലിക്ക്, ചരക്ക് എന്ന നിലയിൽ പാവപ്പെട്ട സ്ത്രീകളുടെയും ആദിവാസികളുടെയും ഗ്രാമീണരുടെയും അധ്വാനം ചൂഷണം ചെയ്യപ്പെടുകയാണ്. 2014 മുതലുള്ള മോദി സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, അതിൻ്റെ സാമ്പത്തിക നയങ്ങൾ എത്രമാത്രം ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. നോട്ട് പിൻവലിക്കലടക്കം, കോവിഡ് കാലത്തിന് ശേഷം വന്ന തൊഴിലിൽ വന്ന വലിയ ഇടിവ്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വിലക്കയറ്റം അടക്കം ഓരോ ദുരന്തവും നിലനിൽക്കുന്ന സാമൂഹിക നിലയെ, ആ ബാലൻസിനെ കൂടുതൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അസമത്വങ്ങളെ കൂടുതൽ തീവ്രമാക്കുക എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ഒരു തന്ത്രമാണ്. കാരണം അതിലൂടെയാണ് ചൂഷണം എളുപ്പമാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പോരാട്ടം, ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ആ ലിംഗസമത്വത്തിലേക്കുള്ള പോരാട്ടത്തിൽ ആദ്യം ഉറപ്പാക്കേണ്ട ലിംഗനീതിയുടേതായിട്ടുള്ള ഇടപെടലുകൾ, അത് രാഷ്ട്രീയ സമരമായി തന്നെ മാറേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് മുതലാളിത്ത ചൂഷണത്തിനെതിരായിട്ടുള്ള, വർഗീയതയ്ക്കെതിരായിട്ടുള്ള, മതമൗലികവാദത്തിനെതിരായിട്ടുള്ള, പുരുഷാധിപത്യ മൂല്യബോധത്തിനെതിരായിട്ടുള്ള പോരാട്ടമായി, രാഷ്ട്രീയ പോരാട്ടമായി സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ ഈ പ്രശ്നങ്ങളെ കാണുമ്പോൾ തീർച്ചയായിട്ടും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സർക്കാരിൻ്റെ ഇടപെടലുകളുടെ, നമുക്കറിയാം ഈ സർക്കാർ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഫണ്ട് മാറ്റിവെച്ചത് ഈ സർക്കാരാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിൽ ജെൻഡർ ബഡ്ജറ്റ് 20% സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികൾക്ക് മാറ്റിവെച്ചത് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും. നവകേരള നിർമ്മിതിയിൽ സ്ത്രീകൾക്ക് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് സ്ത്രീകളെ പൂർണ്ണമായും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ചത് ഈ സർക്കാരാണ്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്.
ഇടതുപക്ഷ രാഷ്ട്രീയം ലിംഗതുല്യതയിൽ വിശ്വസിക്കുന്നൊരു രാഷ്ട്രീയം എന്ന നിലയിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള പോരാട്ടത്തിൽ എല്ലാ ചർച്ചകളും വളരെ പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയമെടുത്തതിൽ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെമിനാർ കമ്മിറ്റിയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ടും ഇങ്ങനൊരു സദസ്സ് ആ നിലയിലേക്ക് രൂപീകരിച്ചൊരു എല്ലാവരെയും ക്ഷണിച്ചതിൽ ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്കും കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്ത് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദ്യം.